നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സർക്കാർ സംവിധാനങ്ങളെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ രീതി. 10 വർഷം മുമ്പുള്ള UDF ഭരണകാലത്തെ ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോടികൾ ചെലവാക്കി PRD നൽകിയ പത്രപരസ്യങ്ങൾ ഭരണമുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാട്ടുന്നത്. ജനങ്ങളുടെ നികുതി പണത്തോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണിത്. AKG സെൻറ്ററിലിരുന്ന് CPM തയ്യാറാക്കുന്ന തിരക്കഥകൾ സർക്കാർ മുദ്രയോടെ പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ തന്നെ തകർക്കുന്ന നടപടി തന്നെ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം അധപ്പതിപ്പിക്കാമോ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ടത്. ഞങ്ങൾ ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു. ചില പത്രങ്ങൾ അഡ്വർടൈസ്മെന്റ് അല്ലാതെ പണം മേടിക്കുന്നു, സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും പണം മേടിക്കുന്നു. ഇതിപ്പോൾ സർക്കാരിൻ്റെ പണമാണ്. സർക്കാരിൻ്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്യേണ്ട PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്, അവരാരും വീട്ടിൽ നിന്നല്ലത് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെൻറ് ഇതിൻ്റെ പേയ്മെൻറ്റും കൊടുക്കാൻ പോകുന്നില്ല. അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. എന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിൻ്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണം. ഇത്രയും ഒരു തരം താണ രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ആ പ്രചരണം നടത്തിയിരിക്കുന്നത്. അത് ചെയ്യാത്ത മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. ഞങ്ങൾക്കത് വേണ്ട, ആ പണം വേണ്ട. ഇത്തരം ഒരു ഹീനമായ ഒരു 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 പ്രചരണം നടത്തി അതിൻ്റെ പണം ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച മാധ്യമങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും. സർക്കാർ നയങ്ങളും പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ ബാധ്യസ്ഥരായ ഒരു വകുപ്പിനെ രാഷ്ട്രീയ എതിരാളികളെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത് അത്യന്തം ലജ്ജാവഹമാണ്. UDF കാലത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന സർക്കാർ പരസ്യത്തിൽ CPM അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി ഉപയോഗിച്ച അതേ ഭാഷയും ശൈലിയും പകർത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട രാഷ്ട്രീയ പ്രചാരണം പൊതുഖജനാവിലെ പണമെടുത്ത് ചെയ്യുന്നത് ശുദ്ധമായ അധികാര ദുർവിനിയോഗവും അഴിമതിയുമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ പാഴ്വാക്കുകൾ കേട്ടുമടുത്ത ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും നുണകളുടെ കൂമ്പാരവുമായി വരുന്ന PRD പരസ്യങ്ങൾ ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നത് അവസാനിപ്പിക്കണം. നുണകൾ എത്ര സ്വർണ്ണ ലിപിയിൽ അച്ചടിച്ചാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതിന് ഉചിതമായ മറുപടി തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള സർക്കാരിന്റെ PRD പരസ്യത്തിന്റെ വകുപ്പ് നൽകിയ പരസ്യങ്ങൾ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നൽകിയ പരസ്യങ്ങളാണ്. ആ പരസ്യങ്ങൾ സർക്കാരിന്റെയും CPM പാർട്ടിയുടെയും സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി തികച്ചും ജനാധിപത്യ വിരുദ്ധമായും തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഫലമായിട്ടുമാണ് ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തെറ്റായ രൂപത്തിലുള്ള പരസ്യങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പരസ്യങ്ങൾക്ക് PRD പണം ചെലവഴിക്കാറുണ്ട്. എന്നാൽ ഇത്
മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്നും തയ്യാറാക്കി പ്രത്യേകമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് ഈ പരസ്യങ്ങൾ നൽകിയിട്ടുള്ളത്. 10 വർഷം മുൻപുണ്ടായ ചില പത്രവാർത്തകൾ എന്ന പേരിൽ ഏകപക്ഷീയമായിട്ടും ദേശാഭിമാനിയിലും പാർട്ടി പത്രങ്ങളിലും വന്ന വാർത്തകൾ എല്ലാ പത്രങ്ങളിലും നൽകി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇത് തികഞ്ഞ തെറ്റാണ്. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ സർക്കാരിനെയും PRDയെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും തകർച്ച സംബന്ധിച്ച വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളുണ്ട്. ഹർഷീനയും ഉഷയും വയറ്റിൽ കത്രികയുമായി വർഷങ്ങൾ കഴിഞ്ഞ കേരളത്തിലെ സ്ത്രീകളാണ്. അവരുടെ കഥ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അവരുടെ വയറ്റിൽ നിന്നെടുത്ത കത്രികയുടെ ഫോട്ടോ, എക്സ്റേ, അതിന്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ PRD തയ്യാറുണ്ടോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് PRD ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ അവസാനിപ്പിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചട്ടുകമായി പ്രവർത്തിക്കേണ്ടവരല്ല PRD ഉദ്യോഗസ്ഥന്മാർ. നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ PRDക്ക് ബാധ്യതയുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക തന്നെ ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ കേരളത്തിൽ ഇന്ന് PRD എന്നത് CPMന്റെ സൈബർ സെല്ലിൻ്റെ ഔദ്യോഗിക പതിപ്പായി അധപ്പതിച്ചു. നാടിൻ്റെ വികസനം പറയാൻ ഒന്നുമില്ലാത്ത സർക്കാർ മുൻ UDF സർക്കാരിനെ പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും സർക്കാർ സംവിധാനങ്ങളെയും ജനങ്ങളുടെ നികുതി പണത്തെയും ദുരുപയോഗം ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയവും രാഷ്ട്രീയ അഴിമതിയുമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പഴയതുപോലെ ഒരു കേരള പാർട്ടിയല്ല. അതിന്റെ മുഖ്യമായ കാരണം ആ പാർട്ടിയുടെ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി കളിക്കുന്ന വൃത്തികെട്ട കളികൾ. അതിന് ആ രീതിയിൽ ആ വാക്കിൽ ഞാൻ പ്രയോഗിക്കുകയാണ്, വൃത്തികെട്ട കളികൾ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മുൻകാല ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഔദ്യോഗികമായിട്ടൊരു പ്രസിദ്ധീകരണം നടത്തുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിലവിലുള്ള ഗവൺമെന്റിനെ കുറിച്ച് എന്തും പറയാം, ഉയർത്തി പറയാം, അത് അവരുടെ ജോലിയാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ് PRD ഒപ്പ് എന്ന് പറയുമ്പോൾ. പക്ഷേ മുൻ സർക്കാരിനെ പറ്റി വിമർശിക്കാൻ ഇവർക്ക് എന്താ അവകാശം? ഞങ്ങളതിന് വളരെ ഗൗരവത്തിൽ കാണുന്നു. അടുത്ത UDF സർക്കാർ വന്നാൽ ഇത് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും, നടപടി സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. നികുതി പണം കൊണ്ട് പഴയകാല സർക്കാരുകളെ വിമർശിക്കുന്ന സിസ്റ്റം ഇതോടെ അവസാനിപ്പിക്കണം. എല്ലാം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരാരാണോ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അവരാരും മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല. CPM അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDFനെതിരെ പ്രയോഗിച്ച അതേ ക്യാപ്സ്യൂൾ ഭാഷയാണ് PRD ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തിറക്കുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നത് അധികാര ദുർവിനിയോഗത്തിന്റെ പരസ്യമായ പ്രകടനമാണ്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടങ്ങളെ ബോധപൂർവം വിസ്മരിക്കുകയും ആ സർക്കാരിനെ താറടിച്ചു കാണിക്കാൻ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് പകപോക്കൽ രാഷ്ട്രീയമാണ്. ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കുകയും ഒരു മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പ് തൊട്ടു മുൻപത്തെ സർക്കാരിനെ പരിഹസിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ മര്യാദകളുടെയും ലംഘനമാണ്. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ ഒരു നേട്ടം പോലും ഇല്ലാത്തതുകൊണ്ടാണ് UDFനെ കുറ്റം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ചില പത്രങ്ങൾ, എല്ലാ പത്രങ്ങളും കൊടുത്തില്ല. കാരണം ഈ അധാർമികതയ്ക്ക് കൂട്ടി നിൽക്കാൻ
ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുൻനിര പത്രങ്ങളെല്ലാം മാറി നിന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഇതായിരുന്നു എന്നുള്ള കള്ളപ്രചാര വേലകൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നാടിന് നൽകിയ നന്മകളെയോ നേട്ടങ്ങളെ പറ്റി ഒരു വാക്ക് പറയാതെ ദേശാഭിമാനി പത്രത്തിൽ വന്ന അന്നത്തെ കള്ള വാർത്തകൾ ഇന്ന് ദേശാഭിമാനി തന്നെ തയ്യാറാക്കി കേരളത്തിലെ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ ചില പത്രങ്ങളിലൂടെ കള്ളപ്രചാര വേല നടത്തുകയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് പരസ്യമാണെന്ന് തോന്നില്ല, പത്രം എഴുതുന്നതായിട്ടേ തോന്നുകയുള്ളൂ. ഇതെന്തിനു വേണ്ടി? ആരാണ് ഈ പണം കൊടുക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ പണമാണ്. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തകർന്ന തരിപ്പണമായ ഇടതുപക്ഷ മുന്നണിയുടെ മുഖം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചാര വേലകൾ ഇവിടെ എല്ലായിടത്തും ഈ പ്രചരണങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ പടവും ഗവൺമെന്റിന്റെ കള്ളപ്രചാര വേലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ട്, ഈ മുഖ്യമന്ത്രിയുടെ പടം കണ്ടാൽ മതി കേരളത്തിലെ ജനങ്ങളൊന്നും ഇടതുപക്ഷ മുന്നണി വോട്ട് ചെയ്യില്ല എന്ന ഉറപ്പ് നമുക്കുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. സ്വയം ചീഞ്ഞഴുകുമ്പോഴാണ് CPM നേതൃത്വം നൽകുന്ന സർക്കാർ മറ്റുള്ളവരെ പഴിചാരുന്നത് എന്ന വൈരുദ്ധ്യവും നിലനിൽക്കുന്നു. പിണറായി സർക്കാരിൻ്റെ നിലവിലെ യഥാർത്ഥ അവസ്ഥ വാർത്തയായി നൽകാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സ്വന്തം ഭരണത്തിലെ ഈ യഥാർത്ഥ ഇരുണ്ട കാലം മറച്ചുപിടിക്കാനാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് പരസ്യം നൽകുന്നത്. UDF സർക്കാർ അടിത്തറയിട്ട വികസന പദ്ധതികൾക്ക് തടസ്സം നിന്നവർ തന്നെ അവയുടെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പൊള്ളത്തരമാണ്. CPMന്റെ AKG സെന്ററിൽ നിന്ന് തയ്യാറാക്കി നൽകുന്ന തിരക്കഥകൾ അതേപടി സർക്കാർ പരസ്യങ്ങളാക്കി മാറ്റുന്നു. വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കോടികൾ ചെലവാക്കി നൽകുന്ന ഈ പരസ്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിനായല്ല, മറിച്ച് UDFനെ രാഷ്ട്രീയമായി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നികുതി ഭാരത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴാണ് അവരുടെ വിയർപ്പിന്റെ ഒരു വിഹിതം ഉപയോഗിച്ച് സർക്കാർ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ആടുന്നത്. ഒരു ഭാഗത്ത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ, മറുഭാഗത്ത് PR ഏജൻസികൾക്കും പരസ്യങ്ങൾക്കും വേണ്ടി കോടികൾ ഒഴുക്കുന്നു. മാസപ്പടി വിവാദം, എക്സാലോജിക് അഴിമതി, AI ക്യാമറ കൊള്ള, K-ഫോൺ തട്ടിപ്പ്, കരിവന്നൂർ ബാങ്ക് കൊള്ള, ശബരിമല കൊള്ള, ഇങ്ങനെ സ്വന്തം സർക്കാരിനെ പിടിച്ചുലച്ച അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ PRD വഴി മുൻ സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി എതിരാക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം തരം താഴ്ന്ന പ്രചാരണങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ നെഗറ്റീവ് ക്യാമ്പയിൻ എന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ തിരിച്ചറിയും. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഈ PR ഗിമ്മിക്കുകൾ വോട്ട് പെട്ടിയിൽ പ്രതിഫലിക്കില്ലെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് മാസാമാസം ശമ്പളം പറ്റി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സൈബർ സെല്ലിനേക്കാൾ ആവേശത്തോടെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥർ സിവിൽ സർവീസിൻ്റെ അന്തസ്സിന് തന്നെ കളങ്കമാണ്. സംസ്ഥാന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് എഡിറ്റർ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CPM ഗ്രൂപ്പുകൾ വഴി രാഷ്ട്രീയ പ്രചരണം നടത്തിയെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പുലർത്തേണ്ട നിഷ്പക്ഷതയുടെയും മര്യാദയുടെയും സകല അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ നടപടി. കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾ അനുസരിച്ച്
ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകാനോ പാടില്ല. സർക്കാർ നയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ബാധ്യതപ്പെട്ട PRD പോലുള്ള സുപ്രധാന വകുപ്പിലിരുന്ന് ഭരണഘടനാ പദവിയിലുള്ള പ്രതിപക്ഷ നേതാവിനെതിരെ അധിക്ഷേപകരമായ പ്രചാരണം നടത്തുന്നത് വെറുമൊരു അച്ചടക്ക ലംഘനമല്ല, മറിച്ച് അധികാര ദുർവിനിയോഗമാണ്. എങ്ങനെയാണ് ഒരു പരസ്യം PRD എങ്ങനെയായിരിക്കണം പരസ്യം കൊടുക്കേണ്ടത്? അതിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ ദുസൂചനകൾ വരുന്ന രീതിയിൽ യാതൊരു പരസ്യവും കൊടുക്കാൻ പാടില്ല. സർക്കാരിന്റെ വികസന, ആരോഗ്യ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ പരസ്യം മാത്രമായിരിക്കണം നൽകേണ്ടത്. ഇതെല്ലാം കൃത്യമായിട്ട് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ വരച്ചു വെച്ചിട്ടും ആ മാനദണ്ഡങ്ങളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി സർക്കാരിന്റെ ഒരു പ്രചരണ വിഭാഗത്തെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഈ PRD എന്ന് പറയുന്നത് പിണറായിയുടെ പ്രചരണ വിഭാഗമല്ല, മറിച്ച് സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള ബോധ്യം ഇവിടെ CPM-ന് വേണം. ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് UDF ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും. അത് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികൾ തീർച്ചയായിട്ടും ആലോചിക്കും. ഏതറ്റം വരെയും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിയമ പോരാട്ടവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും. സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികളുടെ നാവായി മാറുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. പാർട്ടിയോടുള്ള കൂർ തെളിയിക്കാൻ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു: നിങ്ങൾ കൈപ്പറ്റുന്ന ശമ്പളം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ടിൽ നിന്നല്ല, മറിച്ച് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ്. ശമ്പളം തരുന്ന ജനങ്ങളോടല്ല, അധികാരികളോടാണ് കടപ്പാടെന്ന് വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥർ ഭരണകൂട ഭീകരതയുടെ ആയുധങ്ങളായി മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. പതിനെട്ടാം പടിയിൽ അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചതും അഴിമതിയുടെ ആഴക്കടൽ കരാറുകൾ ഉണ്ടാക്കിയും സ്വന്തക്കാർക്ക് ജോലി നൽകിയും കേരളത്തെ തകർത്ത പിണറായി സർക്കാർ ഇരുണ്ട കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ വൈരം തീർക്കുന്ന ഈ പരസ്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരണം. നുണകൾ കോടികൾ ചെലവാക്കി പത്രങ്ങളിൽ അച്ചടിച്ചാലും സത്യമെന്നായാലും പുറത്തുവരും. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് ഉചിതമായ മറുപടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്ന ദൗത്യമാണ് PRDക്കുള്ളത്. എന്നാൽ അതിനപ്പുറം രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള സൈബർ ആയുധമായി PRD ഉദ്യോഗസ്ഥർ മാറുന്നത് അനുവദിക്കാൻ കഴിയില്ല. CPM നേതാക്കൾ അംഗങ്ങളായ ഗ്രൂപ്പുകളിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രചാരണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ ഏതു മാതൃകയിലുള്ള ഭരണനിർവഹണമാണ് കാഴ്ചവെക്കുന്നത്? ഇത്തരക്കാർ സർവീസിൽ തുടരുന്നത് സിവിൽ സർവീസിന്റെ നിഷ്പക്ഷതയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കുന്നതാണ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ വേലയാണ്. ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, ചില മലയാളം പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ PRDയുടേതായ പരസ്യം കൊടുക്കുകയാണ്. അത് ദേശാഭിമാനിയിൽ തയ്യാറാക്കി ഈ പരസ്യങ്ങൾ ഇവർക്ക് നൽകുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ നല്ല കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ്. ഇത് അധികാര ദുർവിനിയോഗവും ധൂർത്തുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PRDയുടെ പണം ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ PRD ഉദ്യോഗസ്ഥന്മാർ ചെവിക്ക് നുള്ളിക്കോണം. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല. ഇവർ കാണിക്കുന്നത് ശുദ്ധ മര്യാദകളാണ്. ഒരു കാലത്ത് ഒരു സംസ്ഥാനത്തും ഉണ്ടാകാത്ത നിലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കോടാനുകോടി രൂപ ഈ മിസ്യൂസ് ചെയ്യുന്നത്. എല്ലാ ദിനപത്രങ്ങളും കൊടുത്തില്ല, നല്ല കാര്യം. പക്ഷേ
പരസ്യത്തിന്റെ പ്രലോഭനത്തിൽ വസ്തുതകളെ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് PRDയും ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിരിക്കും അവർക്ക് ഉത്തരവാദിത്വം. സർക്കാരുകൾ മാറി മാറി വരും. ഒരു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാര്യം പറഞ്ഞുകൊണ്ട് വളരെ മ്ലേച്ഛമായ തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ ദേശാഭിമാനി തയ്യാറാക്കി കൊടുക്കുന്ന അതേ പരസ്യം അതുപോലെ ഇടുക. അത് പരസ്യമാണെന്ന് പോലുമില്ല. ആളുകൾ ധരിക്കുന്ന എന്താ ഇത് വാർത്തയാണെന്നാണ്. പരസ്യം പോലുമല്ല. സ്പോൺസേഡ് എന്ന് എഴുതണ്ടേ, അതെഴുതുന്നില്ല. PRDയുടെ ആണെന്ന് താഴെ കുറിപ്പ് കൊടുക്കണ്ടേ, അത് കൊടുക്കുന്നില്ല. എന്ത് മര്യാദകേടും കാണിക്കാമെന്നുള്ള നിലയിലേക്ക് PRD ഡയറക്ടർ അധപ്പതിക്കുകയാണ്. ഇയാൾ പണ്ട് കണ്ണൂർ കളക്ടറായിരുന്നു. കണ്ണൂർ കളക്ടറുടെ ആ കാലത്ത് CPMന്റെ ദാസ്യവേല ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പാദസേവ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ മര്യാദകേട് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളും ഞങ്ങൾ മുന്നോട്ട് പോകും. അധാർമികമായ ഈ നിലപാട് ജനങ്ങൾ തിരിച്ചറിയണം. ഒരു മര്യാദയുമില്ലാതെ കേരളത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഏകപക്ഷീയമായി CPMനെ LDFനെ സഹായിക്കാൻ വേണ്ടി, വെള്ളപൂശാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ PRDയുടെ പരസ്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് PRD ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ഇപ്പോ ഒരു കെയർടേക്കർ മന്ത്രിസഭ എന്നുള്ള നിലയിൽ LDF ഗവൺമെന്റ് കാണിക്കുന്നത് ഒരു തെറ്റായ രീതിയും തെറ്റായ നയവും പ്രവർത്തനവുമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പരസ്യം കൊടുക്കാം. ആ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പണം കൊടുക്കേണ്ടി വരുന്നത് അടുത്ത ഗവൺമെന്റ് വരുമ്പോഴാണ്. അടുത്ത ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. UDF ഗവൺമെന്റ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. വരുന്ന അവസരത്തിൽ ആ പണം അങ്ങോട്ട് കൊടുക്കട്ടെ എന്നുള്ള രൂപത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവില് ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. സർക്കാർ സംവിധാനങ്ങളെ പാർട്ടി താൽപ്പര്യങ്ങൾക്കായി അടിയറ വെക്കുന്ന ഈ പോക്ക് അപകടകരമാണ്. PRD എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനയല്ല. ഈ നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഖജനാവ് കൊള്ളയടിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന മുഖ്യമന്ത്രിയും സംഘവും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. UDFനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ സ്വന്തം ഭരണത്തിൻ്റെ പാപ്പരത്തമാണ് വിളിച്ചു പറയുന്നത്. വികസന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുകയും പിന്നീട് അവയുടെ ഫലം കൊയ്യാൻ എത്തുകയും ചെയ്യുന്നവരെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ഉമ്മൻചാണ്ടി സർക്കാർ വിതച്ച വികസനത്തിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നന്ദി പറയുന്നതിന് പകരം മുൻ സർക്കാരിനെ അപമാനിക്കുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ്. PR ഗിമ്മിക്കുകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം അർഹമായ മറുപടി നൽകുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.